നമ്മളൊക്കെ പോണം പോണം എന്ന് പറയും, പക്ഷെ ആ വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കളിയും ചിരിയും ചില്ലറ കാര്യങ്ങളുമായി ചൈതുവാണിതാ കൂടെയുള്ളത് ഓൺ 104 മിർഷി. സംഗതി ഹോട്ടാണ്. ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാനിങ് മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന ചിലർ കൂട്ടരുണ്ടാവും അല്ലേ. പറഞ്ഞ് അത് ഏതെങ്കിലും ഒരു വശത്ത് എത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ പ്ലാനിങ് അതിന്റെ സക്സസിൽ എത്തിച്ചിട്ടുള്ള കുറച്ച് അടിപൊളി ടീംസ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ആരാണ്? ഞങ്ങൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. ആഹാ, ഓരോരുത്തരുടെ പേര് പറഞ്ഞേ കേക്കട്ടെ. എന്റെ പേര് നിഹാർ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, CBSE. എന്റെ പേര് അലൻ, ഞാൻ 9ൽ പഠിക്കുന്നു. എന്റെ പേര് ഏത്തൻ, ഞാൻ 8 CBSE പഠിക്കുന്നു. ഞാൻ വലിയൊരു കാര്യമായിട്ടുള്ള ഇൻട്രോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. എവിടേക്കാണ് ആക്ച്വലി നിങ്ങൾ പോയിട്ട് വന്നിട്ടുള്ളത്? പ്ലാൻ ചെയ്താണോ, പ്ലാൻ ചെയ്യാണ്ടാണോ? ഏതായിരുന്നു ആ യാത്ര? എങ്ങടായിരുന്നു ആ യാത്ര? ഇപ്പൊ ഞങ്ങള് നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് വന്നതാണ്. ഞങ്ങള് 2-3 മാസം ട്രെയിൻ ചെയ്തു, എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനുണ്ടായിരുന്നു, ആ അച്ഛനാണ് ഞങ്ങൾ ഇത്ര നാളും ട്രെയിൻ ചെയ്തത്. സാറിന്റെ പേര് ബിനോയ് എന്നാണ്. വിനയ് സാറിന്റെ ഫാദർ ഇടയ്ക്ക് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. ലാസ്റ്റ് ഒരു 2-3 വീക്സ് ആ സാറാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. എവിടെ വെച്ചായിരുന്നു? ഐ മീൻ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇവിടം തൊട്ട്, അതായത് നമ്മുടെ കേരളം വിട്ടിട്ട് ഈ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സ്കൂൾ വരെ പോണാണ് ഈ ട്രെയിനിങ്ങിന് വേണ്ടി. 7:30 in the morning. ഈ വെക്കേഷൻ ടൈമിൽ? വെക്കേഷൻ ടൈമിൽ. ആഹാ. എന്നിട്ട് ഞങ്ങള് ഒരു 2 hours 3 hours ഒക്കെ ഉണ്ടായിരുന്നു ട്രെയിനിങ്. അത് ഞങ്ങൾ വീട്ടിൽ പോകും, റെസ്റ്റ് എടുക്കും, അടുത്ത ദിവസം പിന്നെയും വരും. ഇങ്ങനെ ആയിരുന്നു ഒരു മാസം. പിന്നെ ലാസ്റ്റ് ആയപ്പോ ഞങ്ങൾക്ക് ഒരു 10 kilometer മാരത്തോൺ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞങ്ങളെല്ലാം ചെയ്തു. അടിപൊളി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എങ്ങനെയായിരുന്നു? ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു യാത്ര? ആദ്യം ഡൽഹി. ആദ്യം ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹി പോയി, അവിടുന്ന് കാഠ്മണ്ഡു. ഒരു ജോയിന്റ് ഫ്ലൈറ്റ്. ഓക്കെ. എന്നിട്ട് അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? അവിടുത്തെ ആ ഒരു ഇതൊക്കെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? കാഠ്മണ്ഡുവില് 1 day stay, half a day stay. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 7-8 hour ബസ് റൈഡ് ആയിരുന്നു വേറൊരു സിറ്റി, രാമേശ്വരം എന്ന് പറഞ്ഞു. അവിടെ വരെ ഒരു ബസ് റൈഡ് ഉണ്ടായി. കാരണം അവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ഈ മറ്റേ പ്ലെയിനിന്റെ ഇത് അവിടെ വെതർ മോശമായിരുന്നു, മറ്റേ കാണാനൊന്നും പറ്റുന്നില്ല പ്ലെയിനിൽ. അപ്പൊ ഞങ്ങള് 8 മണിക്കൂർ ബസ്സിൽ കയറി വേറൊരു സ്ഥലം വരെ പോയി, അടുത്തേക്കുള്ള ഒരു സ്ഥലം. എന്നിട്ട് അടുത്ത ദിവസം അവിടുന്ന് പ്ലെയിൻ പിടിക്കാൻ നോക്കി, പക്ഷെ അതും പറ്റിയില്ല. കാരണം അവിടെയും വെതർ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ട്രെക്ക് തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം 3 ദിവസം റെസ്റ്റ് കിട്ടിയതാണ്. അടിപൊളി. ആക്ച്വലി അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഈ 3 പേര് മാത്രമാണോ പോയിട്ട് വന്നത്? എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങള് സ്കൂളിൽ നിന്ന് പിള്ളേര് തന്നെ 14 ആൾക്കാര്, 14. പിന്നെ ബാക്കി എല്ലാരും കൂടി കൂട്ടി 24. ഓ, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസ് മാത്രം ഈ 14 പേരും, ബാക്കി എല്ലാവരും മൊത്തം ഗ്യാങ് 24 പേരും ഉണ്ടായിരുന്നു. കേട്ടല്ലോ അല്ലേ? 14-15 വയസ്സുള്ള കുട്ടികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പോയി വന്നിട്ടുള്ളത്. നമ്മളൊക്കെ എന്തിനാണ് രാമ എന്ന് തന്നെ ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ ഒരു എവറസ്റ്റിൽ പോകണം, അത് കീഴടക്കണം, അല്ലെങ്കിൽ എന്താ പറയാ അവിടെ ചെല്ലണം എന്നൊക്കെയുള്ള ആ ഒരു ഐഡിയേഷൻ ആരുടെ തലയിൽ വന്നിട്ടുള്ള സാധനമാണ്? ഞങ്ങളുടെ ഗ്രേഡിലുള്ള ഒരു സ്റ്റുഡന്റ് പാരന്റിന്റെ ഐഡിയ ആയിരുന്നു ഇത്. ഹീസ് വർക്കിംഗ് ആസ് ദ ഹെഡ് ഓഫ് റിലീവ് അഡ്വെഞ്ചേഴ്സ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. അപ്പോൾ ആ ടീമായിരുന്നു ഈ ഐഡിയ വന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ വെച്ച് ഞങ്ങൾക്കൊരു ചെറിയൊരു ബ്രീഫിംഗ് തന്നിട്ടാണ് ഈ ഫുൾ ട്രെയിനിങ് തുടങ്ങിയത്. ഞങ്ങളുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പെർമിഷൻ ചോദിച്ച് ഫീസും പേ ചെയ്തിട്ടാണ്, ചെറിയൊരു സ്റ്റാർട്ടിങ് ബോണസ് പോലൊരു ഫീസ് പേ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രെയിനിങ് തുടങ്ങിയത്. അപ്പൊ ഈ ഒരു എന്താണ്, നിങ്ങൾ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു ഇതില് നിങ്ങൾ എത്രത്തോളമാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളമായിരുന്നു? മെയിൻലി കുറെ സപ്പോർട്ട് വന്നത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മാം ആയിരുന്നു, റീന മാം. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ ബിന്ദുസ് ക്യൂട്ടിക്കൽ മാമും കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രിൻസിപ്പൽ സാറും വന്ന് ഞങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാമ്പിന്റെ സമയത്ത് തന്നെ അല്ലെ, അതായത് നിങ്ങൾ രാവിലെ ആ പ്രിപ്പയർ ചെയ്യുന്ന സ്കൂളിൽ തന്നെ ആയിരുന്നല്ലോ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ സാർ അടിക്കുന്നു. എന്തായിരുന്നു ആന്റിമാരുടെ കുറെ സപ്പോർട്ടും ഉണ്ടായിരുന്നു സ്കൂളിലെ ആന്റിമാര്. ഇത് എന്താ പറയാ, ആന്റിമാരൊക്കെ പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അടിപൊളി. എന്നിട്ട് അവരോട് വന്നിട്ട് പറഞ്ഞോ? അവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ സ്കൂൾ തുറക്കണമല്ലോ അല്ലെ? സ്കൂൾ തുറന്നിട്ട് വേണം ഭയങ്കര ഹാപ്പി ആയിട്ട് അവരോട് ചെന്ന് പറയാനായിട്ട്.
ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയി വരിക എന്നുള്ളത്. അപ്പൊ ഇത്രയും കുട്ടികൾ നിങ്ങൾ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കി കാണണ്ട എന്നായിരിക്കും അവർ നോക്കിയതല്ലേ. ഞങ്ങൾ അത്ര വലിയ കുഞ്ഞു പിള്ളേരൊന്നുമല്ല, ഞങ്ങൾ വലിയ പരിപാടിയൊക്കെ ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ ആ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബേസ് ക്യാമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻലി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് വേണ്ടി ഈ നാംചെ ബസാറിൽ നിന്ന് ഡിംബോച്ചിയോട ഡെബൂച്ചയിലോട്ട് പോകുന്ന ട്രക്കായിരുന്നു. അതൊരു ആഫ്റ്റർ ലഞ്ച് ഒരു വലിയൊരു ക്ലൈംബ് ആയിരുന്നു, ഒരു ഹില്ല്. അതിന്റെ ഹില്ലിന്റെ മേളിലൊരു മൊണസ്ട്രി ഉണ്ട്. ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ ഷെർപ്പ അതിങ്ങനെ ഇങ്ങനെ 2 minutes എന്ന് പറഞ്ഞ ഇങ്ങനെ കുറെ നേരം. ഷെർപ്പ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹെൽപ്പർ, നമ്മുടെ ബാഗൊക്കെ തൂക്കും, നമ്മുടെ ഒരു ഗൈഡ് പോലെ. അയാൾ ഇങ്ങനെ 2 minute എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ കയറ്റിച്ചോണ്ട് പോകും. അവസാനം എന്താ പറയാ, അടുത്തെത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയാവാൻ തുടങ്ങി മോണസ്ട്രിയുടെ അടുത്തെത്തിയപ്പോ. എന്നിട്ട് ഞാൻ പോള യൂസ് ചെയ്യുന്ന പേഴ്സണലായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് പോകുമ്പോ എന്റെ കൈയൊക്കെ മരവിച്ച് മഴയും വീണ് ഭയങ്കര കോൾഡ് ആയിരുന്നു. എന്നിട്ട് എന്താ പറയാ, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഗ്രൂപ്പൊക്കെ സ്പ്ലിറ്റ് ആയി പോയായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ മേലോട്ട് പോയത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡിഫിക്കൽട്ടി. ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ കണ്ണു കാണാതെ നടന്നുകൊണ്ട് പോയ പിന്നെ ഹോട്ടലിലോട്ട് തിരിച്ചിറങ്ങി വരുന്നതോ. അപ്പൊ ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ, മീൻസ് ചിലർക്ക് ശ്വാസമുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നോ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഞങ്ങള് പിള്ളേർക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല തണുപ്പായിരുന്നു, ആ ഒരു ഇത് മാത്രമേ തണുപ്പായിരുന്നു. ആണല്ലേ, ആ തണുപ്പ് കൂടിയിട്ടുള്ളത്. അത് നാച്ചുറലി അവിടെ നടക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അപ്പൊ പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയാ മധുരമുള്ള വേദനകൾ എന്ന് പറയണ പോലെ അല്ലേ? അത് കഴിഞ്ഞ് ആ ഒരു എന്താ പറയാ കേറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. സാറ് ഭയങ്കര എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. വെച്ചാൽ സാറ് പറയുന്ന കേട്ട് ഞാൻ തോന്നുന്നു ഭയങ്കര മഞ്ഞൊക്കെ വീഴുന്ന ഒരു സ്ഥലമായിരിക്കുന്നു. ഞാൻ ആ മഞ്ഞി തന്നു നിന്നൊക്കെ. എന്നിട്ട് അവിടെ ചെന്നപ്പോ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ബേസ് ക്യാമ്പിന് സൈഡിലായിട്ടും എന്തോ ഒരുമാതിരി എന്തോ ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വലിയ പേടിക്കത്തക്കൊന്നുമില്ല. ഇതൊക്കെ വെരി സിമ്പിൾ ആണല്ലേ, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന കാര്യമുള്ളൂ, എളുപ്പമുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇനി തിരിച്ചു വന്ന് ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി സ്കൂളൊക്കെ തുടങ്ങാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങക്ക് പറയാനായിട്ടപ്പോ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ളവരോട്, ഇല്ലേ? അവരൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും കേൾക്കാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ശേ, നഷ്ടായി എന്ന് തോന്നുന്നുണ്ടോ അവർക്ക്? അല്ല, വരാതിരുന്നവർക്ക്, നിങ്ങൾക്കല്ല, വരാതിരുന്നവർക്ക് നഷ്ടമായി വരണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം ബിക്കോസ് നിങ്ങൾ അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും, ആ 14 പേർക്കും. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ എന്താ പറയാ അച്ചീവ് ചെയ്യണം നിങ്ങൾക്ക് തോന്നിയില്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പ്ലാൻ ചെയ്യലേ ഉള്ളൂ, പക്ഷെ നടക്കത്തില്ല. നിങ്ങൾ അത് എന്തായാലും പ്ലാൻ ചെയ്ത് നടത്തി. അപ്പൊ എന്നാണെങ്കിലും അടിപൊളി, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.